PS എന്ന രണ്ടക്ഷരം സമരസൂര്യൻ മറയുന്നുവെങ്കിലും ആ സമരസൂര്യന്റെ വെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിന്റെ തുടർച്ചയുണ്ടാകും. അതിന്റെ തെളിവാണ് പല തലമുറയിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി റോഡിന് ഇരുവശവും രാത്രിയെന്നോ മഴയെന്നോ മറ്റെന്ത് പ്രതികൂല അവസ്ഥകളെന്നോ നോക്കാതെ കാത്തു നിൽക്കുന്നത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ പറയും. VS അച്യുതാനന്ദൻ ഓച്ചിറയുടെ മണ്ണിലേക്ക് വരും. കൊല്ലം ജില്ല വിട്ട്, കൊല്ലത്തിന്റെ വിപ്ലവ മണ്ണ് വിട്ട് VS അച്യുതാനന്ദൻ ആലപ്പുഴയുടെ അതിവിപ്ലവകരമായിട്ടുള്ള മണ്ണിലേക്ക് അദ്ദേഹം പിച്ചവെച്ച് നടന്ന അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണിലേക്ക് CPIക്കും പിന്നീട് CPIMനും നേതൃത്വം നൽകിയ മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ കടന്നു വരാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓച്ചിറയിലേക്ക് അദ്ദേഹം കടന്നു വരും. ഓച്ചിറയാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ്. കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്കൊക്കെ തന്നെ ഈ കൂടുതൽ ആൾക്കാരും ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരാണ്. ഓച്ചിറ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ തന്നെയാണ് ഇവിടെ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശൂരനാടെന്ന് പറയുന്ന നാട്, ശൂരനാട് വിപ്ലവത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് VS പോലീസുകാർ വലിയ ഭീഷണികൾ അടിയാളന്മാർക്കെതിരെ അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കെതിരെയൊക്കെ നടത്തിയ സമയത്ത് അതിനെ നഖശിതാകാന്തം എതിർക്കുകയും അതിനെ കയ്യൂക്കുകൊണ്ട് നേരിടുകയും ചെയ്ത ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് മാറിയ ഒരു നാട് ആ ശൂരനാട് നിന്നുള്ള ആൾക്കാണ്. എപ്പോഴാണ് വന്നത്? ഞങ്ങൾ രാവിലെ തന്നെ എത്തിയായിരുന്നു. എവിടെന്നാ വരുന്നേ? ഞാനിവിടെ ഓച്ചിറ, ഞങ്ങള് ദേവികുളങ്ങര പഞ്ചായത്താണ്. ഞങ്ങളുടെ VSനെ അടുത്ത അവസാനമായി കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചങ്കിലെ ചോരയാ, ഞങ്ങളുടെ ജീവനാ. ഞങ്ങൾ ജീവിതകാലം മൊത്തം ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ ഓർക്കും. ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ യുവജന ആർക്കും ഒരു ചെറുതും വലുതും ഇല്ലാത്ത കുഞ്ഞുങ്ങളടക്കം എല്ലാവരും രാവിലെ മുതൽ കടുത്ത മഴയായിരുന്നു. ആ മഴ സമയത്തും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ അവസാനമായിട്ട് കാണാനും ഞങ്ങൾ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. മന്ത്രിമാരുടെ വാഹനങ്ങളടക്കം അദ്ദേഹത്തിനോടൊപ്പമുള്ള മന്ത്രിമാരുടെ വാഹനങ്ങൾ P പ്രസാദ്, അതുപോലെ തന്നെ P രാജീവ്, അതുപോലെ തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ വാഹനങ്ങൾ മുന്നോട്ട് കടന്നു വരികയാണ്. തൊട്ടു പിന്നാലെ VS അച്യുതാനന്ദനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ ഓച്ചിറയുടെ മണ്ണിലേക്ക് കടന്നു വരും. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്, അവസാന നിമിഷം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ജനങ്ങളും. അവർക്കൊക്കെ ഓരോ ആൾക്കാർക്കും VS എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. അവർക്ക് നേരിട്ട് ചിലപ്പോൾ VSനെ കണ്ടു പരിചയമുണ്ടാകില്ല. TV-യിലൂടെ കണ്ടോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുള്ള അറിവായിരിക്കും, അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങൾ VSനെ കുറിച്ച് പറഞ്ഞുള്ള അറിവായിരിക്കാം. അതൊക്കെ ആ അറിവുകളൊക്കെ തന്നെ ഊർജ്ജമാക്കി എടുത്തുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവാണ്, തങ്ങളുടെ ഒരു കാരണവരെ നഷ്ടമാകുന്ന ഒരു വേദനയോടുകൂടി, പക്ഷേ ആ കാരണവരെ കണ്ണീരോടുകൂടി യാത്ര അയക്കാൻ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് ആർക്കുമാകില്ല. അവർക്കെല്ലാവർക്കും ഒരേ ഒരു വികാരമാണ്, വിപ്ലവ സൂര്യനായിട്ടുള്ള ചെന്താരകമായിട്ടുള്ള VSനെ അതേ മൂല്യത്തോടു കൂടി അദ്ദേഹം അർഹിക്കുന്ന ഒരു വിടവാങ്ങൽ നൽകുക എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നും മുദ്രാവാക്യങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നേതാവാണ്, എന്നും ജനകീയ പ്രശ്നങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവാണ്. ആ നേതാവ് കടന്നു പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ചല്ലാതെ എങ്ങനെയാണ് ഈ ജനസാഗരത്തിന് അദ്ദേഹത്തെ മടക്കി അയക്കാൻ സാധിക്കുക? അപ്പോൾ ജനസാഗരമാണെന്ന് പറയുന്നത് വെറുതെയല്ല. പല സ്ഥലങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ ജനങ്ങളുടെ വലിയ ഒരു പങ്കാളിത്തം